വന്നിട്ടുള്ളത് ഗ്രേസ് കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ച് നമ്മൾ കേട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു ഫേമസ് പ്ലേസ് ആയിട്ടൊന്നും കേട്ടിട്ടില്ല. ഞങ്ങൾ തപ്പിയപ്പോൾ ഇവനെയും കൊണ്ട് അധികം ഡ്രൈവ് ചെയ്യാതെ വരാൻ പറ്റിയൊരു സ്ഥലം, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ കിട്ടിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പാർക്കിംഗ് നിറയെ കാറുകൾ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരും ഇവിടേക്കാണോ വന്നേക്കുന്നതെന്ന്. ബേസിക്കലി എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ എന്താ പറയുക, പുൽമേടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം. ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഒരു എന്താ പറയുക കൺട്രി സൈഡ് ഡ്രൈവാണ്. ഇങ്ങനെ നിറയെ ഒരു എന്താ പറയുക ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ പുൽമേടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്കും ഇവിടെ എക്സാക്ട്ലി എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് വന്ന റിസപ്ഷനിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പം ഞങ്ങൾ കാണുന്നതിനനുസരിച്ച് ഇനി പറയാം. കോട്ടിൻ്റെ തന്നെ എന്താ പറയുക മെയിൻ ഒരു സ്ഥലത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. നടുക്കിലൊരു ഏരിയ, അതിന് ചുറ്റും കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഇങ്ങനെ 16th century 17th centuryയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പണ്ടത്തെ ബിൽഡിങ്സ് ആണ്. അപ്പോൾ അതാണ് ദ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ മെയിൻ ഒരു ബിൽഡിംഗ് ആണ് ബാക്കിൽ കാണുന്ന ദ ഹൗസ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് ഡോങ്കി വീൽ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് മറ്റേ ഇങ്ങനെ മില്ലില്ലേ, മില്ല് പൊടിപ്പിക്കാനൊക്കെയുള്ള മില്ലായിരിക്കണം, കണ്ടിട്ടില്ല. അപ്പോൾ ഡോങ്കീനെ കൊണ്ട് ഇങ്ങനെ മില്ല് ചെയ്യിപ്പിക്കണമായിരിക്കും. ഡോങ്കി വീൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പിന്നെ ഇപ്പുറത്ത് ക്രോംവെല്ലിയൻ ഹൗസ് എന്നെന്തോ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു ബിൽഡിംഗ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഗ്രേറ്റ് ടവർ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഭാഗത്താണ്. അത് ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്ന് കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. കീപ്പിംഗ് ഹിം വാം. അതാണ് ഗ്രേറ്റ് ടവർ. കണ്ട ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗ് പറക്കണ കണ്ട. ഈ ക്രോംവെല്ലിയൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിലേക്കാണ് ഞാനിപ്പോൾ കയറിയത്. അതിനകത്ത് ഇങ്ങനെ കയറിയപ്പോൾ കുറേ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ നമ്മുടെ ഷേക്സ്പിയർ നോവൽസിലൊക്കെ കാണുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടുള്ള കൗണ്ടസ്, കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വെറുതെ വായിച്ചു നോക്കിയപ്പോൾ ഇച്ചിരി വായിച്ചു നോക്കിയപ്പോൾ ഒരു രസം. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന ഫീൽ. സാധാരണ ഞാൻ മ്യൂസിയത്തിൽ പോയാൽ ഇങ്ങനത്തെ സ്റ്റോറിയൊന്നും വായിക്കാത്ത ആളാണ്. പക്ഷേ ഇത് നല്ല രസമായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നോളീസ് ഫാമിലി എന്ന് പറഞ്ഞ ആൾക്കാർക്കാണ് ഗ്രേസ് കോട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. ഏത് ക്വീൻ 1500s കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് അന്നത്തെ എലിസബത്ത് രാജ്ഞി, ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ എലിസബത്ത് രാജ്ഞി കൊടുത്തിട്ടുള്ളതാണ്. അപ്പം പുള്ളിക്കാരി ലെറ്റസ് നോളി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കുറിച്ചും, ആ പെണ്ണ് ഇവിടെ ജനിക്കുമ്പോൾ ഏതോ ഒരു എഴുത്തുകാരൻ അവളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ, ഈ ഗ്രേസ് കോട്ടിനകത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ഭംഗിയുള്ള പെണ്ണായിരുന്നു എന്ന് പറയണേ. എന്നിട്ട് 15 വയസ്സ് എന്തോ ഉള്ളപ്പോൾ മറ്റേ മെജസ്റ്റിയുടെ ക്വീനിൻ്റെ ഹൗസ് ഹോൾഡിലേക്ക് ജോലി കിട്ടി അവിടെ പോവുകയാണ്. അങ്ങനെ വിത്തിൻ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അവൾ വലിയ സ്റ്റേറ്റസിലേക്ക് അവിടെ ഉയർന്ന് ആരെയോ കല്യാണം കഴിക്കുന്നു. അങ്ങനെ വലിയ ഏതോ ഡ്യൂക്കിനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഇവൾ കൗണ്ടസ് ആവുന്നു. അങ്ങനെയുള്ള രസകരമായ സ്റ്റോറി. ഹൗ ഷീ എന്താ പറയുക ഇവോൾവ്, അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് ഉയർന്നു വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾക്കും ഭർത്താവിനും കൂടെ ഈ ഒരു ഗ്രേസ് കോട്ട് മുഴുവൻ എഴുതി കൊടുക്കുന്നു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഈ ഗ്രേസ് കോട്ട് എഴുതി കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, മിഡ് സമ്മർ ആകുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുന്ന ഒരു റെഡ് റോസാപ്പൂ കിങ്ങിൻ്റെ കോട്ടിൽ കൊണ്ട് കൊടുക്കണം. അതായത് അതായിരുന്നു ഇതിനുള്ളൊരു റെൻറ്റ്, അല്ലെങ്കിൽ അതിനൊരു പകരം എന്നുള്ള നിലയ്ക്ക് അവർ പറഞ്ഞത് ഒരു റെഡ് റോസ് എല്ലാ ദിവസം കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര രസകരമായ കഥകൾ, നമുക്കിങ്ങനെ വായിച്ചിരിക്കാൻ തോന്നുന്ന പോലത്തെ കഥകൾ.
ഭയങ്കര കാറ്റ്. എല്ലാ ബിൽഡിങ്സും നോക്കുവാണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞ് പപ്പാസായി കിടക്കണ പോലത്തെ ബിൽഡിങ്സാണ്. കാരണം ഇങ്ങനെ പ്ലാസ്റ്ററിങ് ഒക്കെ പോയി അങ്ങനെ ഒരു ലുക്കൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഭയങ്കര ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് നമുക്ക് തോന്നും അങ്ങനത്തെ ബിൽഡിങ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മ്യൂസിയത്തിൽ പോയി അങ്ങനെ വായിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ നല്ല രസകരമായ ഹിസ്റ്ററീസ് കാണുമ്പോൾ നമ്മൾ വായിച്ചു പോവും. ഒരു ഷേക്സ്പിയറിയൻ നോവലിൻ്റെ ഒരു സ്റ്റൈലിലുള്ള കഥകൾ. ദ ഹൗസ് എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ആയിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ലെറ്റസ് നോളിയും ഒക്കെ അവരുടെ ആ ഒരു ഫാമിലി താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു ഈ ഗ്രേസ് കോട്ടിൻ്റെ നടുക്കിലുള്ള ഈ ഒരു വലിയ വീട്. അപ്പോൾ ഇവിടെ ലിവിങ് റൂം, ഡൈനിങ് റൂം, എല്ലാ റൂംസുമാണ് ഇവിടെ. ആ റൂംസിൽ തന്നെ അന്ന് കാലം മുതലുള്ള പെട്ടികളാവട്ടെ, മേശകളാവട്ടെ, ക്ലോക്കുകൾ, അങ്ങനെ എല്ലാം ഇപ്പോഴും ഉണ്ട്. കുറേയൊക്കെ പുതിയ സാധനങ്ങളാട്ടോ, ക്രിസ്മസ് ട്രീ അങ്ങനെയൊക്കെ. പക്ഷേ കുറേ ക്രോക്കറീസൊക്കെ അന്നുള്ളത് തൊട്ട്. അപ്പോൾ എല്ലാ റൂമിലും ഒരു ബൈൻഡ് ചെയ്തിട്ടുള്ളൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന കപ്പ്, ഈ കാണുന്ന കപ്പ് 1500s അല്ലെങ്കിൽ 1800s ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന കപ്പാണ്, ഇന്ന സാധനം ഇത്ര വർഷം പഴക്കമുള്ളതാണ്, ഇവിടെ നിന്നാണ് എന്നുള്ളത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ശരിക്കും ഇങ്ങനെ ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലം. ഇപ്പം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ ഗ്രീൻ മെഡോസും ട്രീസും മാത്രം, ഒരു ബിൽഡിംഗ് പോലും നമുക്ക് കാണാനില്ല. ഇവിടെ ഇത്രയും ഓപ്പൺ സ്പേസും ഈ മരങ്ങളും ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, കാറ്റങ്ങടെ അടിച്ചു തുടങ്ങിയ കൊടുങ്കാറ്റ് വരണ പോലെ നമുക്ക് പേടിയാവും. എവിടെയെങ്കിലും എന്തിൻ്റെങ്കിലും അടിയിൽ പോയി ഇരിക്കാൻ തോന്നും. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അത്യാവശ്യം നല്ല മഴയായി. ഞങ്ങൾക്കൊരു വലിയ കുടയും ഒരു കുഞ്ഞിക്കുടയുണ്ട്. കുഞ്ഞിക്കുട മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മിക്കവാറും ഇവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു മഴയത്ത് മഴയത്തല്ല, ഈ ഒരു കാറ്റത്ത് കുട പിടിച്ചിട്ട് കാര്യമില്ല. കാരണം കുട എവിടേക്കെങ്കിലും പോവും. അപ്പോൾ അതുകൊണ്ട് കുട പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഒരു 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 വലിയ കുടക്കീഴിൽ നിൽക്കുകയാണ്. ഞാൻ എന്താ മാത്രം പറഞ്ഞു. സോറി, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഞങ്ങൾ മഴ കൊള്ളാതിരിക്കാൻ കയറിയുന്ന സ്ഥലമായിരുന്നു ഡോങ്കി വീൽ. അറിഞ്ഞില്ല, ഇപ്പോഴാണ് അറിഞ്ഞത്. ഇറങ്ങിയത് ടീ റൂമാണ്. അപ്പോൾ അതിൻ്റെ പേര് ദ കൗഷെഡ് അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടില്ല. മാപ്പിനകത്ത് കൗഷെഡ് എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ആരെങ്കിലും ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിലിടുന്ന പേരാണോ കൗഷെഡ്. പിന്നെയാണ് മനസ്സിലായത് അത് ശരിക്കും ഒരു കൗഷെഡായിരുന്നു. എന്നുവെച്ചാൽ ശരിക്കും കാറ്റലിനെ നോക്കിയിരുന്ന സ്ഥലം അവരൊരു ടീ റൂമായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. അപ്പം എന്താ പറയുക, ഒരു കഫേ. അതിനകത്ത് നമുക്ക് ഇങ്ങനെ മെയിൻ ഫുഡൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കേക്കുകളും എന്താ പറയുക കോഫി ഇതും പിന്നെന്താണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്നാക്കുകളും കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു തൽക്കാലം ലഞ്ച്. ഒരു മെയിൻ ഫുഡ് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഇല്ല. എനിക്കൊന്നും ആൾക്കാർ ഇനി പാക്ക് ചെയ്ത് കൊണ്ടുവരണോ അത് ആൾക്കാർ ഇങ്ങനെ ടീ ഒക്കെ കുടിച്ച് അവരുടെ ലഞ്ച് അവസാനിപ്പിക്കുകയാണോ എന്ന് എനിക്കറിയില്ല.
അപ്പോൾ അതാണ് ആ വിശേഷം. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ഇങ്ങനെ ട്രക്കിംഗ് അല്ല, ഇങ്ങനെ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട് കുറേ, ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 40 മിനിറ്റ് എടുക്കുന്ന ട്രെയിൽ, 60 മിനിറ്റ് എടുക്കുന്ന ട്രെയിലൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ ഇതിനെ വെച്ച് നടക്കാനൊന്നും പറ്റില്ല. പ്ലസ് നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വരണം. നമ്മുടെ എന്താ പറയുക, വെല്ലീസ് എന്ന് പറയില്ല, ഇങ്ങനെ ബൂട്ട്സ് പോലത്തെ, അതൊക്കെ ഇട്ട് ചെളിയിൽ ചവിട്ടി നടക്കാൻ പരുവത്തിൽ വരണം. ഞങ്ങളതിന് പ്രിപ്പയർഡ് ഒന്നും അല്ല. കുറേ ആൾക്കാർ തന്നെ അതുകൊണ്ട് അങ്ങനത്തെ ബൂട്ട്സൊക്കെ ഇട്ട് വന്ന് ചെളി കൂടെയൊക്കെ നടന്ന് വന്നിട്ടൊക്കെയാണ് ഇവർ കോഫി കുടിക്കാൻ വരുന്നത്. മാപ്പ് നോക്കി നടന്നതാണ് ബാക്കി സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ ആക്ച്വലി അതൊരു ട്രെയിലായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഓർണമെന്റ്സ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എന്തോ ക്ലൂ ഒക്കെ വെച്ചിട്ട് എന്തോ ഒരു ട്രെയിൽ. ഇപ്പം നമ്മളത് കാര്യമായിട്ട് നോക്കില്ല, എന്നാലും ഇങ്ങനെ നടക്കുക. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതാണ് ഈ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ മരത്തിൽ നിന്നാണ് ഭയങ്കര ഒരു വിയേർഡ് സൗണ്ട്, പേടിയും അതുപോലത്തെ ഒരു സൗണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നല്ല തണുപ്പ്, നല്ല കാറ്റ്, ഒരു വേറൊരു ഫീലിംഗ്. നമ്മൾ എന്താ പറയുക, നോർമൽ നമ്മളുടെ ഒരു ഇത് അല്ലാത്ത ഒരു ടോട്ടലി വേറൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് ഇട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇവനാണെങ്കിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ തണുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ, ഫ്രീസായില്ല നമ്മുടെ പൊന്ന്. ആ ക്രിസ്മസ് ഒരു കുഞ്ഞു ട്രെയിൽ, ക്രിസ്മസ് ട്രെയിൽ ഞങ്ങൾ തീർത്തു. അപ്പോൾ അതിലത്തെ 6 വേർഡ്സ് ആയിക്ക് അവൻ റിമെമ്പർ ചെയ്യുന്നുണ്ട്. പറയടാ. ജിംഗിൾ, വിഷസ്, ഫ്രോസ്റ്റി, കാരൽസ്, അൺറാപ്പ്, ലൈറ്റ്സ്. അതാണ് ഞങ്ങൾ 6 വേർഡ്സ് ഞങ്ങൾ അവൻ മെമ്മറിയിൽ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു. ഇതിന്റെ ഉള്ളിൽ നോക്കിയാലും അവിടെ പോകാൻ പറ്റില്ല. പറയട്ടെ, ഇത് നല്ലൊരു അടിപൊളി ക്യൂട്ട് ഗാർഡൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വിന്റർ ആയതുകൊണ്ട് തന്നെ ഒന്നും ഇങ്ങനെ ഇലയൊന്നുമില്ല, എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ഇതൊക്കെ സമ്മറിലും എന്താ പറയുക, അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ പൂത്ത് തളർത്ത് നിൽക്കണത്. ഈ ഒരു ഭാഗം സമ്മർ തന്നെ ആയിരിക്കും അടിപൊളി. Take different direction. ഗാർഡൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര രസമുള്ള ഗാർഡൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാത്ത് വേസ്. ഞാൻ പറഞ്ഞില്ലേ, സ്പ്രിങ്ങിലാണെങ്കിൽ അടിപൊളി, എല്ലാം പച്ചപ്പായിരിക്കും, ഫ്ലവേഴ്സും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ആ ഫീലില്ലെങ്കിലും ഭയങ്കര ക്യൂട്ട്നെസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അതിൻ്റെ ഉള്ളിൽ കുട്ടി ഗാർഡൻസ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു ആപ്പിൾ ട്രീ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ താഴെ ഇങ്ങനെ ഫുള്ള് കൊഴിഞ്ഞിട്ട് ആരും എടുക്കാനില്ലാതെ കൊഴിഞ്ഞു കിടക്കുന്ന ആപ്പിളുകൾ കണ്ടു.
കൊണ്ടുവരാൻ പറ്റിയ അടുത്തുള്ള സ്ഥലം, അരമണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സ്ഥലം നോക്കിയപ്പോൾ കിട്ടിയൊരു സ്ഥലമാണിത്. ഒന്നും അറിയില്ലായിരുന്നു ഈ സ്ഥലത്തെക്കുറിച്ച്, എന്താണെന്ന് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ഒന്നും അറിഞ്ഞില്ല. നാഷണൽ ട്രസ്റ്റിൻ്റെ ഒരു സ്ഥലമാണ്, അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലവും ചുമ്മാ കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു, സീനിക് ബ്യൂട്ടി. പിന്നെ ഇങ്ങനെ ഈ നടക്കാനുള്ളതുകളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള വാക്സും കാര്യങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും എന്താ പറയുക, നമ്മുടെ ഒരു ഫാമിലി ടൈം എന്ന് പറയാം. പിന്നെ ഒരു പ്ലേ ഏരിയയും കൂടി ഉണ്ടായിരുന്നു. മഴ പെയ്ത കാരണം ചുണ്ടൊക്കെ ഇതായി തുടങ്ങി. മഴ പെയ്ത കാരണം ഇങ്ങനെ ഫുൾ നനഞ്ഞിരിക്കും, അതുകൊണ്ട് പിള്ളേരെ കളിക്കാൻ കൊണ്ടുപോയില്ല. അതർവൈസ് ഒരുമാതിരി ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. നല്ലൊരു ഡേ വെൽ സ്പെൻഡ്, നല്ല രസമുള്ളൊരു ഫാമിലി ഡേ എന്ന് ഞാൻ പറയും. പിന്നെ ഇവിടെ കിടക്കാനുള്ള ഫീൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഒരു ഫാമിലി ആയിട്ടാണെങ്കിൽ ഒരാൾക്കാണെങ്കിൽ 14 പൗണ്ടോ 15 പൗണ്ടോ അങ്ങനെ എന്തോ ആണ്, പിള്ളേർക്ക് എന്തോ 10-11 പൗണ്ട്സ്. പക്ഷേ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ 35 പൗണ്ട്സ് ആണ് കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു സ്ഥലമാണ്. എന്നുവെച്ചാൽ നമ്മൾ ലണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണാൻ നോക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് പെടില്ലായിരിക്കുമെങ്കിലും പക്ഷെ റിലാക്സ് ചെയ്തൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്.